ബിലീവേഴ്സ് ചർച്ച് മെത്രാപ്പോലീത്ത KP യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള മിഷണറി സംഘടനയായ ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്കെതിരെ കാനഡ നിയമ നടപടിക്കൊരുങ്ങുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ശേഖരിച്ച പണം വകമാറ്റിയെന്ന പരാതികളെ തുടർന്നാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ദശലക്ഷക്കണക്കിന് ഡോളർ തിരിമറി നടത്തിയെന്ന നിരവധി പരാതികളാണ് ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്കെതിരെ കാനഡയിൽ ലഭിച്ചിരിക്കുന്നത്. ടെക്സാസിലെ വിൽ പോയിന്റ് ആസ്ഥാനമാക്കി KP യോഹന്നാൻ 1978 സ്ഥാപിച്ച ഗോസ്പൽ ഫോർ ഏഷ്യ 2007 മുതൽ 2014 വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് $128 ദശലക്ഷം സംഭാവനയായി സ്വീകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ അത് കണക്കുകളിൽ ഇല്ലെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത്. ഇതിനു പുറമെ ഇതേ കാലയളവിൽ $93.5 ദശലക്ഷം ഇന്ത്യയിലേക്ക് അയച്ചതായി കനഡ റവന്യൂ ഏജൻസിയിൽ കണക്കുണ്ട്. എന്നാൽ ഇത്രയും തുക എത്തിയതിന്റെ കണക്കുകളൊന്നും ഇന്ത്യയിൽ ഇല്ലെന്നാണ് മറ്റൊരു പരാതി. ന്യൂ ഗ്ലാസ്ഗോയിലെ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ പാസ്റ്റർ ബ്രൂസ് മോറിസനാണ് KP യോഹന്നാനെതിരെയുള്ള പ്രധാന പരാതിക്കാരൻ. ഇതല്ലാതെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് മറ്റ് നിരവധി പരാതികളും ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്കെതിരെ കനഡയിലും അമേരിക്കയിലും ലഭിച്ചിട്ടുണ്ട്. ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ വൻതോതിൽ വിദേശ ഫണ്ട് ലഭിക്കുന്നതായാണ് കനഡ സർക്കാരിന്റെ കണക്കുകൾ പറയുന്നത്. എന്നാൽ എല്ലാ ആരോപണങ്ങളും പരാതികളും ഗോസ്പൽ ഫോർ ഏഷ്യ അധികൃതർ നിഷേധിച്ചു. കനഡയിലെയും ഇന്ത്യയിലെയും നിയമങ്ങൾ അനുസരിച്ച് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്താണ് പ്രവർത്തനം നടത്തുന്നതെന്നാണ് ഗോസ്പൽ ഫോർ ഏഷ്യയുടെ നിലപാട്. മീഡിയ 1, ഡൽഹി.